ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൺക്രീറ്റിൻ്റെ MCQs ആണ്. ഇത് ഫൈനൽ MCQ ആണ്. നമുക്ക് ഓൾറെഡി ഇതുവരെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യനൊക്കെ ആഡ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ തിയറിയിലാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫോർ ഡിഫറെൻറ്റ് കോൺക്രീറ്റ് സ്പെസിമെൻ ഈച്ച് ഹൈഡ്രേറ്റഡ് ടു സെയിം ഡിഗ്രി. നമുക്ക് 3-4 സ്പെസിമെൻ ഉണ്ട്. അതെല്ലാം എന്താണ്? ഹൈഡ്രേറ്റഡ് ടു ഈച്ച് ഹൈഡ്രേറ്റഡ് ടു സെയിം ഡിഗ്രി. ഓക്കെ, എല്ലാം സെയിം ഡിഗ്രിയിലാണ് ഹൈഡ്രേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാം സെയിം ഡിഗ്രിയിലാണ് ഹൈഡ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർമിയബിലിറ്റിയെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം പെർമിയബിലിറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. സോറി, പെർമിയബിലിറ്റി ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പെർമിയബിലിറ്റി ഹയർ ആണോ ലോവർ ആണോ എല്ലാം നമ്മൾ എന്തിനനുസരിച്ചിട്ട്? സിമെൻറ്റ് കണ്ടന്റിന് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം സിമെൻറ്റ് കണ്ടന്റ് കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രേഷൻ എന്തിരിക്കും? അതെല്ലാവരും ഹൈഡ്രേറ്റ് ചെയ്യും അല്ലേ? അപ്പോഴത്തേനും എന്തായിരിക്കും? എല്ലാവരും ഹയർ സിമെൻറ്റ് കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? പെർമിയബിലിറ്റി കുറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പെർമിയബിലിറ്റി കുറയണമെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കണം? ഹയർ സിമെൻറ്റ് കണ്ടന്റ് ആയിരിക്കണം. പെർമിയബിലിറ്റി ലോവർ വിത്ത് ലോവർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ലോവർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആകുമ്പോൾ എന്താണ്? സ്ട്രെങ്ത് കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്താണ്? വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവായിരിക്കണം, സിമെൻറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കണം. അപ്പം നല്ല സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും. അപ്പം പെർമിയബിലിറ്റി കുറവായിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? അടുത്ത നോക്കിയേ. If bulking of sand is not taken into account for volumetric proportioning of concrete. ഓക്കെ, അപ്പം നമ്മൾ ബൾക്കിംഗ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബൾക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ? സാൻഡിൽ ഒരു അറൗണ്ട് ഒരു 6%, 5 to 6% വാട്ടർ വരുന്ന കഴിയുമ്പോൾ സാൻഡിൻ്റെ ആ വോളിയം ഒന്ന് കൂടും അല്ലേ? അപ്പോൾ ഒറിജിനൽ ഉണ്ടായിരുന്ന വോളിയത്തിലും കുറച്ചൊരു വോളിയം ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ വോളിയമെട്രിക് പ്രപ്പോർഷനിങ് ആണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ബൾക്കിങ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആദ്യത്തെ പറഞ്ഞേക്കുന്നത് നോ എഫക്റ്റ്. രണ്ടാമത്തെ എന്താ? ബൾക്കിംഗ് ഓഫ് കോൺക്രീറ്റ് പ്രൊഡക്റ്റ് വിൽ ബി റിസൾട്ട്. ഓക്കെ, കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് ബൾക്ക് ചെയ്യോ? ഇല്ല. മോർ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പെർ ബാഗ് ഓഫ് സിമെന്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു ബാഗ് ഓഫ് സിമെന്റിന് മോർ ക്വാണ്ടിറ്റി കിട്ടുമോ? ഇല്ല. അടുത്ത എന്താ? ലെസ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പെർ ബാഗ് ഓഫ് സിമെന്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അത് ഓൾറെഡി ബൾക്ക് ചെയ്ത സാൻഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. വോളിയമെട്രിക് പ്രൊപ്പോർഷനിങ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒറിജിനൽ സാൻഡിന്റെ ഒരു എന്താ ഇത്രയും സാൻഡ് വേണ്ടിടത്ത് ഇത്രയും സാൻഡേ കാണത്തുള്ളൂ. പക്ഷെ ബാക്കി എന്ത് ചെയ്തിരിക്കുക? ബൾക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ലെസ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പെർ ബാഗ് ഓഫ് സിമെന്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അടുത്ത നോക്കിയേ. ജനറൽ ഷ്രിങ്കേജ് ഇൻ സിമെന്റ് കോൺക്രീറ്റ് ഈസ് കോസ്ഡ് ബൈ. അപ്പോൾ ഷ്രിങ്കേജിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഒത്തിരി ടൈപ്പ് ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഷ്രിങ്കേജ് എന്തുകൊണ്ടുണ്ടാകുന്നത്? കാർബണേഷൻ ആണോ? സ്ട്രെസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ആണോ? ഡ്രൈയിങ് സ്റ്റാർട്ടിങ് വിത്ത് സ്റ്റിഫ് കൺസിസ്റ്റൻസി ആണോ? ഡ്രൈയിങ് സ്റ്റാർട്ടിങ് വിത്ത് വെറ്റർ കൺസിസ്റ്റൻസി ആണോ? ഏതാ ഷ്രിങ്കേജ് ഉണ്ടാകാൻ കാരണം? ഡ്രൈയിങ് സ്റ്റാർട്ട് വിത്ത് വെറ്റർ കൺസിസ്റ്റൻസി. സോറി. അപ്പം വെറ്റർ ആകുമ്പോൾ എന്ത് വരും? നല്ല വെറ്റർ ആണെങ്കിൽ ഹൈഡ്രേഷൻ എന്ത് ചെയ്യും? ഹൈഡ്രേഷൻ കൂടും. ഒത്തിരി ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് എന്തുണ്ടാകും? ഷ്രിങ്കേജ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ഓർക്കാലോ. ഇനി അടുത്തത് ഇഫ് ദ സൈഡ് ഓഫ് കോൺക്രീറ്റ് ക്യൂബ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം 15 സെൻറ്റിമീറ്റർ ടു 5 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കൊരു കോൺക്രീറ്റ് ക്യൂബ് ഉണ്ട്, അവൻ്റെ സൈഡ് 15 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പം അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള വേറൊരു ക്യൂബ് യൂസ് ചെയ്യുക. അപ്പം ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർ ലൈക്ലി ടു ബി സെയിം, വിൽ ഗീവ് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്, വിൽ ഗീവ് ഡിക്രീസ്ഡ് സ്ട്രെങ്ത്, നൺ ഓഫ് ദിസ്. അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രെങ്ത് എങ്ങനെ വരും? സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ? അപ്പോൾ 15 ആകുമ്പോൾ ഏരിയ എത്ര ആയിരിക്കും? 15 × 15 225 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ വരുന്നത്. അപ്പോൾ 5 ആണെങ്കിലോ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ വരുന്നത്. അപ്പോൾ ലോഡ് ഡിവൈഡഡ് ബൈ 225 ആണോ? ലോഡ് ഡിവൈഡഡ് ബൈ 25 ആണോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതൽ വരുന്നത്? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? പി ഡിവൈഡഡ് ബൈ 25 ആകുമ്പോൾ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ എന്താ? വിൽ ഗീവ് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കിയേ. സ്ലംബ് ഓഫ് കോൺക്രീറ്റ് മിക്സ് ഈസ് 60 mm, ഇറ്റ്സ് വർക്കബിലിറ്റി ഈസ്. അപ്പോൾ നമുക്ക് സ്ലംബ് തന്നേക്കുന്നത് എത്രയാണ്? 60 mm സ്ലംബ് തന്നേക്കുന്നത്. അതിൻ്റെ വർക്കബിലിറ്റിയെ പറ്റി ചോദിക്കുന്നത്. നമ്മുടെ സ്ലംബിൻ്റെ ടേബിൾ നോക്കിയേ.
ടേബിൾ വെരി ലോ, ലോ, മീഡിയം, ഹൈ നോർത്താണ്. വെരി ലോ 0 to 25, 25 to 75 ലോ, മീഡിയം എന്ന് പറയുമ്പോൾ എത്രയാണ് 50 to 100. അപ്പോൾ 50 to 100 ഇടയിലല്ലേ നമ്മുടെ വാല്യൂ വരുന്നത്, എത്ര 60 വരുന്നു. അപ്പം നമുക്ക് സ്ലംബ് എന്താണ്, മീഡിയം സ്ലംബ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാമല്ലോ. ഇനി അടുത്ത ഇനി പർട്ടിക്കുലർ കോൺക്രീറ്റ്, ഒരു കോൺക്രീറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് എത്രയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്, വാട്ടർ 25 ലിറ്റർ വാട്ടർ ഈസ് യൂസ്ഡ്. അപ്പം 1 ബാഗ് സിമെന്റിന്, 1 ബാഗ് സിമെന്റ് എന്ന് പറയുമ്പോൾ എത്ര, 50 കിലോഗ്രാമിന് നമ്മൾ 25 ലിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. വാട്ടർ 25 ലിറ്റർ ആണ്, നമുക്ക് അതിന് 25 കിലോ എന്ന് എഴുതത്തില്ലേ. അപ്പം വാട്ടർ സിമെന്റ് റേഷ്യോ എത്ര വരും, 25 ഡിവൈഡഡ് ബൈ 50 എന്ത് വരും, 1/2, അതായത് എത്ര വരും, 0.5. ഓക്കെ, അപ്പം ആൻസർ എത്രയാണ്, ഓപ്ഷൻ സി. ഇനി അടുത്ത് നോക്കിയേ, ഇഫ് വാട്ടർ സിമെന്റ് റേഷ്യോ ഈസ്, ഓക്കെ ഇവിടെ ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട്, എന്ന് വേണ്ടേ. ഇഫ് വാട്ടർ സിമെന്റ് റേഷ്യോ, സോറി, നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ തന്നേക്കുന്നത് എത്രയാണ്, 0.5 ആണ്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ മേക്കിംഗ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. മേക്കിംഗ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര വാട്ടർ വേണമെന്ന് കണ്ടുപിടിക്കണം. യൂസിങ് 1 ബാഗ് ഓഫ് സിമെന്റ്, 1 ബാഗ് ഓഫ് സിമെന്റ് എത്ര വരും, 50 കിലോഗ്രാം വരും അല്ലേ. 1 ബാഗ് ഓഫ് സിമെന്റ്, പിന്നെന്താണ് 2 ബാഗ് ഓഫ് സാൻഡ്, 4 ബാഗ് ഓഫ് അഗ്രിഗേറ്റ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയില്ലെങ്കിലും വേണ്ടില്ല. 1 ബാഗ് ഓഫ് സിമെന്റ് 50 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ എത്ര എന്ന് കണ്ടുപിടിക്കണം. സിമെന്റ് 50 എന്ന് നമുക്കറിയാം. അപ്പോൾ സിമെന്റ് ഇൻറ്റു 0.5 എന്ന് വരും. അപ്പോൾ സിമെന്റ് എത്രയാണ്, 50 ഇൻറ്റു 0.5 എന്ന് വരുമ്പോൾ അറൗണ്ട് എത്ര വരും, 25 കിലോഗ്രാംസ് വാട്ടർ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്ത പ്രോബ്ലം നോക്കി, ഇൻ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഓക്കെ, നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് കോൺക്രീറ്റ് ഹാവിങ് ബൾക്ക് ഡെൻസിറ്റി എന്താണ്, ഗാമ ബൾക്ക്. ഓക്കെ, ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും, ബൾക്ക് ഡെൻസിറ്റി എത്ര വരും എന്ന് ചോദിച്ചേക്കും. നമ്മൾ ഡെൻസിറ്റി പറഞ്ഞായിരുന്നു അല്ലേ, 500 to 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ പറഞ്ഞു. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും കിലോ ന്യൂട്ടണിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5 to 18 കിലോ ന്യൂട്ടൺ, യൂണിറ്റ് വയ്ക്കണം, 5 to 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇൻ മേക്കിംഗ് കോൺക്രീറ്റ് മാക്സിമം ഡെൻസിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ. ഓക്കെ, നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം ഡെൻസിറ്റി എങ്ങനെ കിട്ടുന്നത്, യൂസിങ് സഫീഷ്യൻറ്റ് സിമെന്റ് ഫിൽ ഓൾ ദ വേർഡ്സ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇനി അടുത്ത എന്താ, കൺട്രോളിങ് ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, നമ്മൾ പാർട്ടിക്കിൾ സൈസ് കൺട്രോൾ ചെയ്യണം, അതും നിൽക്കട്ടെ അവിടെ. അപ്പോൾ നമുക്കതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓപ്ഷൻസ് എല്ലാം വായിച്ചിട്ട് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എടുക്കണം. കൺട്രോളിങ് ദ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒക്കെ വരച്ചിട്ടില്ലേ, അപ്പോൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒരു എസ് ഷേപ്ഡ് കർവ് ഒക്കെ കിട്ടണം അല്ലേ. അടുത്ത എന്താ, റെഡ്യൂസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് മിക്സിംഗ് വാട്ടർ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണ് നമുക്ക് മാക്സിമം ഡെൻസിറ്റി കിട്ടാൻ ചാൻസ് ഉള്ളത്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡെൻസിറ്റി കിട്ടത്തുള്ളൂ. ഇനി അടുത്ത എന്താ, മോർ വാട്ടർ ഇൻ കോൺക്രീറ്റ് ഡ്യൂറിങ് ടൈം ഓഫ് പ്രിപ്പറേഷൻ റിസൾട്ട്സ്. ഓക്കെ, നമ്മൾ കോൺക്രീറ്റ് എന്ത് ചെയ്യുക, നമ്മളൊരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുക, അതിനകത്തോട്ട് ഒത്തിരി വെള്ളം നമ്മൾ ആഡ് ചെയ്തു. ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും, അവൻ്റെ സ്ട്രെങ്തിന് എന്നാ സംഭവിക്കും, അവൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഓപ്ഷൻ എന്താണ്, എ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിയാൽ പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് മേ ബി പോസിറ്റീവ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷ്രിങ്കേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഏത് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നാമത് റാപ്പിഡ് ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ, പിന്നെ ഹോട്ട് സണ്ണ് വിട്ടുപോയി കേട്ടോ, ഹോട്ട് സൺ എന്നാണ്. എൻ്റെ കീബോർഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ എസ് ചിലപ്പോൾ ഞാൻ പ്രസ് ചെയ്യും പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഹോട്ട് സണ്ണ് കാരണം, ലോ ഹ്യൂമിഡിറ്റി കാരണം, ഓൾ ദ എബോവ്. ഓക്കെ, അപ്പം പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഉണ്ടാകാൻ കാരണം എന്താണ്, ഓൾ ദ എബോവ്, ഇതെല്ലാം കാരണം. ഓക്കെ, റാപ്പിഡ് ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ, ഹോട്ട് സണ്ണ്, ലോ ഹ്യൂമിഡിറ്റി, ഓൾ ദ എബോവ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാരണം എന്തുണ്ടാകും, പ്ലാസ്റ്റിക് ഷ്രിങ്കേജ് ഉണ്ടാകാം. ഇനി അടുത്ത് നോക്കി, സ്ലം റിക്വയർഡ് ഫോർ മാസ് കോൺക്രീറ്റിംഗ്. എന്താണ്, മാസ് കോൺക്രീറ്റിങ്ങിന് വേണ്ട സ്ലംബ്, നമ്മുടെ സ്ലംബിന്റെ ടേബിൾ ഓർക്കണം, അതെടുത്ത് വെച്ച് നോക്കി. മാസ് കോൺക്രീറ്റിങ്ങിന് സ്ലംബ് നമ്മൾ എത്ര പറഞ്ഞത്, 20 to 50 mm. മാസ് കോൺക്രീറ്റിങ്ങിന്റെ സംഭവം ഓർത്ത് വെച്ചോണം. മാസ് കോൺക്രീറ്റിംഗ് എത്രയാണ്, 20 to 50 mm. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. ഈ ടേബിൾ ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക്
ആണ്. എനിക്കൊന്ന് ഇന്നത്തെ പ്രസന്റേഷനിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി സ്ലം റിക്വയർഡ് ഫോർ മാസ് കോൺക്രീറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു 20 to 50 mm എന്ന് കണ്ടു. ഇനി അടുത്ത റെക്കമെൻഡഡ് സ്ലം ഫോർ നോർമൽ RCC വർക്ക്. അപ്പം നമ്മളൊരു സാധാരണ ഒരു നോർമൽ RCC വർക്ക് ചെയ്യുക. ഓക്കെ, അവൻ എത്ര ആയിരിക്കണം സ്ലംബ് വേണ്ടത്? എത്ര ആയിരിക്കണം ഓർക്കുന്നുണ്ടോ? നോക്കിയ നോർമൽ RCC വർക്ക് 80 to 150 mm. എത്രയാണ്? 80 to 150 mm. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 80 to 150 mm ആണ് നമ്മൾ എന്തിന് നോർമൽ RCC വർക്കിന് യൂസ് ചെയ്യുന്ന സ്ലംബ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. അടുത്ത എന്താണ്? പ്രോൺനെസ് ടു സെഗ്രിഗേഷൻ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് ഈസ് ബെറ്റർ ടെസ്റ്റഡ് ബൈ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ഇങ്ങനെ സെഗ്രിഗേറ്റ് ആവുന്നുണ്ടോ, ഒരു കോൺക്രീറ്റ് സെഗ്രിഗേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഏത് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും? സ്ലംബ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും? ഇല്ല. ഫ്ലോ ടെസ്റ്റ്, VB ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ. ബെറ്റർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫ്ലോ ടെസ്റ്റ് ചെയ്യണം. ഫ്ലോ ടേബിളിൽ നമ്മൾ ഈ കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ സ്പ്രെഡ് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അത് സെഗ്രിഗേഷന് പ്രോൺ ആണോ, സെഗ്രിഗേഷന് ചാൻസ് ഉള്ള കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഫ്ലോ ടെസ്റ്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്തത് പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് ഈസ് ഫ്രീക്വൻലി ടേക്കൺ ആസ്. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു 0.1-നും 0.2-നും ഇടയിലാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ 0.1-നും 0.2-നും ഇടയിൽ വരുന്ന ഏത് റേഞ്ച് ഉണ്ട്? ഇതല്ലേ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, കറക്റ്റ്. 0.1, 0.15 to 0.25. ഇനി അടുത്ത എന്താ? സെപ്പറേഷൻ ഓഫ് കോഴ്സ് സെഗ്രിഗേറ്റ് ഫ്രം കോൺക്രീറ്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്താണ് കോഴ്സ് സെഗ്രിഗേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്നെ പറയുന്നേ? എന്താ പറഞ്ഞേ? കണ്ണട ആൻസർ പറഞ്ഞേ, സെഗ്രിഗേഷൻ. ഓക്കെ, ഇനി അടുത്ത എന്താ? സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ് റിസൾട്ട്സ് ഇൻ എന്താ? ഹണി കോമ്പിങ്, പോറസ് ലേയേഴ്സ്, സർഫസ് സ്കെയിലിംഗ്, ഓൾ ദ എബോവ്. എന്തൊക്കെയായിരിക്കും? എന്തായാലും നമുക്കറിയാം ഹണി കോമ്പിങ് ഉണ്ടാവുന്നറിയാം അല്ലേ. ബാക്കി എന്തൊക്കെയാ? ബാക്കി എല്ലാം ഉണ്ട്. പോറസ് ലേയേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഓരോരോ ലെയർ പോറസ് ആകും, സർഫസിൽ നിന്നുള്ള സ്കെയിലിംഗ് ഉണ്ടാകും, ഓൾ ദ എബോവ്. അപ്പോൾ ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കി RMC മീൻസ്. RMC നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ ആൻസർ കിടപ്പുണ്ട്. റെഡിമെയ്ഡ് കോൺക്രീറ്റ് ആണോ, റാൻഡം മിക്സ് കോൺക്രീറ്റ് ആണോ, റാൻഡം മെയ്ഡ് കോൺക്രീറ്റ് ആണോ? അല്ല, നമ്മൾ ഒത്തിരി കേൾക്കുന്നതല്ലേ, റെഡി മിക്സ് കോൺക്രീറ്റ്. RMC എന്താണ്? റെഡി മിക്സ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ? The approximate ratio of strength of cement concrete at 3 months to 28 days of curing. അപ്പോൾ നമ്മൾ ഒരു 3 month ഉള്ള ഒരു കോൺക്രീറ്റ് എടുക്കുക, പിന്നെ എന്താണ് 28 ഡേയ്സിലുള്ളൊരു സാമ്പിൾ, സെയിം സാമ്പിൾസ് തന്നെ, 3 monthന്റെ സ്ട്രെങ്തും 28 ഡേയ്സിൻ്റെ സ്ട്രെങ്തും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 3 month സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. 28 ഡേയ്സിൻ്റെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കറിയാം 1-ൽ കൂടുതലാണ്. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെ ഒമിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര വരും? നമ്മൾ എത്ര വരെ പോകുമെന്ന് പറഞ്ഞ കോൺക്രീറ്റ് സ്ട്രെങ്ത് 1 ഇയറിൽ അറൗണ്ട് 1.2 to 1.25 വരെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ട്രെങ്ത് എത്ര വരെ പോവാം? 3 months ഒരു 1.15 വരെ പോവാം അല്ലേ. ആൻസർ നോക്കി, 1.3 monthsന്റെ ഏജ് ഫാക്ടർ 1.15 ആണ്. 12 months ആകുമ്പോൾ 1.2 വരുന്നു. നമ്മുടെ ആൻസർ 1.15. ഓക്കെ, ഇനി അടുത്ത് നോക്കി സർഫസ് വൈബ്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ. നമ്മൾ സർഫസ് വൈബ്രേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രീകാസ്റ്റ് യൂണിറ്റിലാണോ, ഇൻസിറ്റു വർക്സിലാണോ, ഫാക്ടറി വർക്സിലാണോ, റോഡ് വർക്കിലാണോ? ഏതിലാണ് സർഫസ് വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്? റോഡ് വർക്കിൽ അല്ലേ. റോഡ് സർഫസ് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർഫസ് വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുക. അടുത്ത് നോക്കി suggested range of workability of concrete to be used in heavily reinforced sections in slabs. അപ്പോൾ നമുക്ക് സ്ലാബ് തന്നെയുണ്ട്, അതിൽ ഹെവിലി റീഇൻഫോഴ്സ്ഡ്, ഒത്തിരി റീഇൻഫോഴ്സ്മെന്റ് അടുപ്പിച്ച് വരുന്ന സെക്ഷൻസ് ഉണ്ട്. അതിൽ മെഷേർഡ് ഇൻ സ്ലംബ് ഇൻ mm ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെവിലി റീഇൻഫോഴ്സ്ഡ് വർക്ക്സ് സ്ലാബ് ഒക്കെ ആകുമ്പോൾ എത്രയായിരുന്നു? ഓർക്കുന്നുണ്ടോ? ആൻസർ ഓർക്കുന്നുണ്ടോ? നോക്കിയേ, ബീം സ്ലാബിനൊക്കെ എത്ര? 50 to 100 mm. ഹെവിലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബീമിന് സ്ലാബിനൊക്കെ എത്രയാണ്? 50 mm ആണ്. 50 to 100 mm ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി സജസ്റ്റഡ് റേഞ്ച് ഓഫ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഇൻ ഹെവി. അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി സ്ലം ടെസ്റ്റ് ഡൺ ഫോർ. എന്തിനാ സ്ലം ടെസ്റ്റ് ചെയ്യുന്നത്? ക്ലേക്കാണോ, സാൻഡിനാണോ, ലൈമിനാണോ? ഇവന്മാർക്കൊന്നും സ്ലം ടെസ്റ്റ് യൂസ് ചെയ്തില്ല. ആരുടെ ടെസ്റ്റാണ് സ്ലംബ്? സ്ലംബ് എന്ന് പറയുന്ന കോൺക്രീറ്റിന്റെ ടെസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഇനി അടുത്തത് സ്റ്റീം ക്യൂറിംഗ് ഈസ് പ്രിഫറബിളി യൂസ്ഡ് ഫോർ. അപ്പോൾ സ്റ്റീം ക്യൂറിംഗ് നമ്മൾ എവിടെ ചെയ്യുന്നത്? കോളത്തിൽ കൊണ്ട് സ്റ്റീം ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബീംസിൽ പറ്റുമോ? ഇല്ല. പിന്നെ മാസ് കോൺക്രീറ്റിങ്ങിന് പറ്റും അല്ലേ. മാസ് കോൺക്രീറ്റിന് പറ്റത്തില്ല. മാസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാം പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ മാസ് കോൺക്രീറ്റിങ്ങിന് പറ്റത്തില്ല. ഓക്കെ, അടുത്ത പിന്നെ എന്താ വരുന്നത്? മാസ് പ്രൊഡക്ഷൻ ഓഫ് പ്രീകാസ്റ്റ് യൂണിറ്റ്സ്. അത് ശരിയാ അല്ലേ. നമ്മൾ സ്റ്റീം ക്യൂറിംഗ് പറഞ്ഞാൽ നമ്മൾ വലിയ ചേമ്പറിനകത്ത് ഇതുപോലെ നമ്മുടെ എന്താണ് സാമ്പിളൊക്കെ കയറ്റി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ആൻസർ എന്താണ്? മാസ് പ്രൊഡക്ഷൻ ഓഫ് പ്രീകാസ്റ്റ് യൂണിറ്റ്സ്. ഓക്കെ,
ഇനി അടുത്തത് സ്റ്റീം ക്യൂറിംഗ് ആക്സിലറേറ്റ്സ് അറ്റൈൻമെന്റ് ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ് ബിക്കോസ് എന്തുകൊണ്ടാണ് സ്റ്റീം ക്യൂറിംഗ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് കൂട്ടുന്നത്? മോർ വാട്ടർ അവൈലബിൾ ഫോർ ക്യൂറിംഗ് അതാണോ? റാപ്പിഡ് ഹാർഡനിങ് ഒക്കേഴ്സ് അതാണോ? ഹാർഡനിങ് ഓഫ് സിമെന്റ് ഈസ് ഫാസ്റ്റ്, ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ഈസ് ഫാസ്റ്റർ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഹൈഡ്രേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുമല്ലേ? ഇപ്പോൾ സ്റ്റീം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ആവശ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രത്യേക ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ വാട്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രേഷൻ എന്ത് ചെയ്യും? ഫാസ്റ്റർ ആവും. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആഫ്റ്റർ ഡാഷ് ഡേയ്സ് ഇസ് 20 മെഗാ പാസ്കൽ. അപ്പോൾ 20 മെഗാ പാസ്കൽ എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള സ്ട്രെങ്താ? 28 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള സ്ട്രെങ്ത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 1:1:2 കോൺക്രീറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താ നമ്മുടെ M20 എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പറഞ്ഞു അല്ലേ? M20 1:1.5:3 ആണ്. അപ്പോൾ ഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിനെക്കാട്ടിലും കൂടിയ ഗ്രേഡാണ് 1:1:2. M20ക്ക് വരുന്ന മേളിൽ വരുന്ന ആരാ? M25. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്താ? 25. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. The compaction factor value of 0.92 corresponds to workability class of compaction factor. നമ്മൾ പറഞ്ഞു വർക്കബിലിറ്റി കുറച്ച് കൂടുതൽ അല്ലേ? അപ്പോൾ compaction factor 0.92 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീഡിയം വർക്കബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറി നമ്മൾ നോക്കണം. അതിൻ്റെ കോമ്പാക്ഷൻ ഫാക്ടർ 0.92 എന്ന് പറയുമ്പോൾ മീഡിയം വർക്കബിലിറ്റി ആണ്. ഇനി ദ ബിഹേവിയർ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് അണ്ടർ ഇൻസ്റ്റന്റേനിയസ് ലോഡ് ഈസ്. അപ്പോൾ എന്താണ്? നമ്മളൊരു സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്. സിമെന്റ് കോൺക്രീറ്റിലോട്ട് ഒരു ഇൻസ്റ്റന്റേനിയസ് ലോഡ് വരുമ്പോൾ അതെന്താണ്? ഇലാസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുമോ, പ്ലാസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുമോ, വിസ്കസ് ഇലാസ്റ്റിക് ആയിരിക്കും, ബ്രിട്ടിൽ ആയിരിക്കും? എന്തായിരിക്കും? സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അവൻ ബ്രിട്ടിൽ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻസ്റ്റന്റേനിയസ് ലോഡ് വന്നാൽ അവൻ ബ്രിട്ടിൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ആ വർക്കബിലിറ്റിയുടെ പേജ് അതായത് ടേബിൾ ഇട്ട് ഒന്ന് മാറിപ്പോയത് കേട്ടോ. പ്ലാസ്റ്റിക് കോൺക്രീറ്റിനാകുമ്പോൾ മീഡിയം വർക്കബിലിറ്റി എത്ര വരും? 0.92. പ്ലാസ്റ്റിക് കോൺക്രീറ്റ് 0.92 വന്നു കഴിഞ്ഞാൽ അവൻ്റെ വർക്കബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മീഡിയം വർക്കബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ദ കോൺക്രീറ്റ് പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് ദ അറ്റാക്ക് അഗെയിൻസ്റ്റ് ആസിഡ് ആൻഡ് അതർ കെമിക്കൽസ്. അപ്പം ആസിഡിൻ്റെയും അതർ കെമിക്കൽസിൻ്റെ ഒക്കെ അറ്റാക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറ്റുന്ന ഏതാ? നമ്മൾ പറഞ്ഞു അല്ലേ? ഏതായിരുന്നു? പോളിമർ കോൺക്രീറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ദ കോൺക്രീറ്റ് സ്ലം റെക്കമെൻഡഡ് ഫോർ ബീംസ് ആൻഡ് സ്ലാബ് എത്ര? 50 to 100 mm അല്ലേ? 50 to 100 mm. ഇനി അടുത്തത് ക്യൂറിംഗ് പീരീഡ് ഫോർ ഡിറ്റർമിനിങ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. എത്രയാണ് നമ്മൾ ക്യൂറിംഗ് പീരീഡ് FCK കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? FCK കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സാമ്പിളിനെ എത്ര ദിവസം ക്യൂർ ചെയ്യണം വാട്ടർ ബാത്തിൽ? എത്ര ദിവസം വാട്ടർ ബാത്തിൽ ക്യൂർ ചെയ്യണം? 28 days ക്യൂർ ചെയ്യണം. ഓക്കെ, ഓർക്കുന്നില്ല? എല്ലാവരും ചെയ്ത ടെസ്റ്റ് അല്ലേ? ഇനി അടുത്തത് ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സാൻഡ് കണ്ടന്റ്, വാട്ടർ സിമെന്റ് റേഷ്യോ, അഗ്രിഗേറ്റ് വാട്ടർ റേഷ്യോ, സിമെന്റ് അഗ്രിഗേറ്റ് റേഷ്യോ. അപ്പം ഡ്യൂറബിലിറ്റി എന്തിനാണ് പ്രൊപ്പോർഷണൽ? സിമെന്റ് അഗ്രിഗേറ്റ് റേഷ്യോ ആണ് കൂടുതൽ. അപ്പം ഡ്യൂറബിലിറ്റി കൂടണമെങ്കിൽ സിമെന്റ് കൂടണം. സിമെന്റ് കൂടിയാൽ എന്ത് കൂടും? ഡ്യൂറബിലിറ്റി കൂടും. ഓക്കെ, മനസ്സിലായല്ലോ? ഡ്യൂറബിലിറ്റി കൂടുന്ന എങ്ങനെയാണ്? സിമെന്റ് അഗ്രിഗേറ്റ് റേഷ്യോ കൂടുമ്പോഴാണ്. ഇനി അടുത്തെന്താ? ഓർഡിനറി സിമെന്റ് അച്ചീവ്സ് അറൌണ്ട് 70% of its strength of concrete after. അപ്പോൾ എത്ര ഡേയ്സിൽ അറൌണ്ട് 70%, 65% ഒക്കെ വരുന്നത് എത്രയായിരുന്നു? 14 ഡേയ്സിലായിരുന്നു അല്ലേ? അപ്പോൾ എത്രയാണ്? 70%, 14 ഡേയ്സ് അല്ല 7 ഡേയ്സിലായിരുന്നേ. 90% ആണ് 14 ഡേയ്സിൽ. അപ്പോൾ 70% അല്ലെങ്കിൽ സ്ട്രെങ്ത് ഒക്കെ വരുന്നത് അറൌണ്ട് എത്ര ഡേയ്സിലാവുമ്പോഴാണ്? 7 ഡേയ്സ് കൊണ്ട് 70%, 65% സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും. ഒരു 90% 14 ഡേയ്സിൽ, 99% അല്ലെങ്കിൽ 100% ഒക്കെയാണ് 28 ഡേയ്സ് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ആൻസർ 70% എന്ന് പറയുമ്പോൾ 7 ഡേയ്സിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണുള്ളത്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, തിയറി ഒക്കെ ഒന്നുകൂടെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.